ഇന്ന് ഇറാനെ ബോംബിട്ട് തകർക്കും, സംയുക്തമായിട്ട് ഞങ്ങൾ ഒരു ആക്രമണം നടത്തും, ഇറാനെ ഇല്ലാതാക്കും, ഏത് നിമിഷവും എന്തും സംഭവിക്കാം എന്ന രീതിയിൽ ഭീഷണിപ്പെടുത്ത് ട്രംപ് വരുമ്പോൾ അതിൽ നിന്നെല്ലാം മാറി ഇറാന്റെ കരാർ അല്ലെങ്കിൽ ഇറാന്റെ വെടിനിർത്തലിൽ ഇറാൻ ചർച്ചയ്ക്ക് വരുന്നില്ല. ആ ഒരു സാഹചര്യത്തിൽ ഇറാന്റെ മുന്നിൽ അമേരിക്ക മുട്ടുമടക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. നമുക്കറിയാം, ഏപ്രിൽ 22 എന്ന് പറയുന്ന ദിവസം വളരെ നിർണായകമായിരുന്നു. ഒരു കരാർ ഉണ്ടായിരുന്നു. ആ കരാറിന് മേൽ ഒരു ചർച്ചയുണ്ടായിരുന്നു. ആ ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഇറാൻ വഴങ്ങാതിരുന്നതാണ് ഇപ്പോൾ അമേരിക്ക ഏറ്റവും കൂടുതൽ ഭീതിയിലായെത്തിയത്. എന്തായാലും അമേരിക്ക ലോകത്തിന് മുന്നിൽ നാണം കെടുകയാണ്. കാരണം കഴിഞ്ഞ ദിവസം വരെ ട്രംപ് പറഞ്ഞിരുന്നത് ഏത് നിമിഷവും, നാളെ അതായത് ഏപ്രിൽ 22 ഏത് നിമിഷവും ഇറാനെ വിഴുങ്ങുന്ന രീതിയിൽ ഞങ്ങൾ ബോംബിടും, സംയുക്തമായിട്ടൊരു ആക്രമണം നടത്തും എന്ന് പറഞ്ഞ അതേ സ്ഥലത്ത് ട്രംപ് പ്ലേറ്റ് മാറ്റുന്ന ഒരു അവസ്ഥയാണ് കാണാൻ സാധിക്കുന്നത്. അതായത് ലോകത്തിന് മുന്നിൽ നാണം കെടുകയാണ് ട്രംപ് പറയുന്നത് ഇങ്ങനെയാണ്, ഈ പറയുന്നത് പോലെ തന്നെ വെടിനിർത്തൽ കരാർ നീട്ടുകയാണ്, അതിന്റെ കാലാവധി നീട്ടുകയാണ് എന്ന്. എന്തായാലും ഇറാൻ വഴങ്ങില്ല എന്നത് നമുക്ക് നേരത്തെ അറിയാവുന്നതാണ്. ഇപ്പോൾ ഇറാന്റെ മുന്നിൽ വീണ്ടും മുട്ടുമടക്കിയിരിക്കുകയാണ് അമേരിക്ക. കാരണം ലോകത്തിന് മുമ്പാകെയാണ് ഈ പറയുന്നത് പോലെ തന്നെ ട്രംപ് ഈ വെല്ലുവിളികളും വലിയ രീതിയിലുള്ള ഭീഷണിയൊക്കെ മുഴക്കിയത്. പക്ഷെ ഇപ്പോൾ ആ ഭീഷണിയൊക്കെ മടക്കി വെച്ച് അവസാനം മുട്ടുമടക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ട്രംപ് എത്തിയിരിക്കുകയാണ്. മാത്രമല്ല ഇതിനെ ഈ ഒരു സംഭവത്തെ അതായത് പാകിസ്ഥാന്റെ തലയിൽ ഇടുകയും ചെയ്തിട്ടുണ്ട്. അതായത് പാകിസ്ഥാന്റെ അഭ്യർത്ഥന മൂലമാണ് തങ്ങൾ ഇപ്പോൾ ഈ ഒരു വെടിനിർത്തൽ കരാർ നീട്ടിയിരിക്കുന്നത് എന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. സത്യത്തിൽ അങ്ങനെയല്ല. ഇവര് ഉദ്ദേശിച്ച രീതിയിൽ, അതായത് ട്രംപ് അമേരിക്ക ഉദ്ദേശിച്ച രീതിയിലേക്ക് ഇറാൻ എത്തിയില്ല. ഇറാൻ വഴങ്ങാതെ നിന്നത് എന്താണെന്ന് നമുക്കറിയാം. ഈ വെടിനിർത്തൽ കരാർ നടക്കുന്ന സമയത്ത് ഇറാന്റെ കപ്പൽ അവർ പിടിച്ചെടുത്തത് കൊണ്ടാണ് ഇറാൻ ചർച്ചയ്ക്ക് വരാതിരുന്നത്. അതായത് വിശ്വാസവഞ്ചന കാണിച്ച ട്രംപിന്റെ കൂടെ ഇനി ഈ ഒരു ചർച്ചയ്ക്ക് വരില്ല എന്നുള്ള നിലപാട് അവരെടുത്തിരുന്നു. ആ ഒരു നിലപാട് അനുസരിച്ചാണ് അവര് ഈ ഒരു ചർച്ചയ്ക്ക് വരാതിരുന്നത്. പക്ഷേ ഇന്ന് നേരം വെളുക്കുമ്പോൾ ഇറാനെ വിഴുങ്ങും, ഇറാന്റെ മേൽ ഒരു വലിയ ബോംബിട്ട് തകർക്കും, ഇപ്പൊ പൊട്ടിക്കും എന്ന് പറഞ്ഞിരുന്ന അമേരിക്ക ഇതൊന്നും പൊട്ടിക്കാതെ മടങ്ങുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഇസ്ലാമാബാദിൽ വലിയ സുരക്ഷ ഒരുക്കുന്നു. അതുപോലെ തന്നെ ഇപ്പം എല്ലാം തീരും, ഇറാൻ ഞങ്ങളുടെ മുന്നിൽ കീഴടങ്ങിയിരിക്കുകയാണ്, അതുകൊണ്ട് തന്നെ ഹോർമുസ് തുറന്നിട്ടിരിക്കുകയാണ്, ഇനി അതിന്റെ മേലുള്ള അധികാരം ഞങ്ങൾക്കാണ്, എല്ലാം കൊണ്ടും ഇറാൻ എല്ലാ കാര്യങ്ങളും സമ്മതിച്ച് ഞങ്ങളുടെ മുന്നിലുണ്ട്, ഇറാന്റെ നല്ല കാര്യമാണിത് എന്നൊക്കെ പറഞ്ഞ് ഇറാനെ പുകഴ്ത്തിയും ഇറാൻ പോലും ചിന്തിച്ചിട്ടില്ലാത്ത കാര്യങ്ങളും പൊള്ളയായിട്ടുള്ള പ്രസ്താവനകളൊക്കെ ഇറക്കിയായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷെ അവസാന നിമിഷമായപ്പോൾ ഈ കപ്പൽ പിടിച്ചെടുത്തതിലൂടെ സ്ഥിതിഗതികൾ മൊത്തം അങ്ങോട്ടേക്ക് മാറി. അതായത് ഇതിൽ നിന്ന് ഇനി ഒരു ചർച്ചയിലേക്കില്ല എന്നുള്ളൊരു തീരുമാനം ഇറാൻ എടുക്കേണ്ടി വന്നു. അതുമാണ് ഇന്ന് കാണാൻ സാധിച്ചത്. കാരണം ഇന്നായിരുന്നു ആ ചർച്ച നിർണായകമായിരുന്നത്. പക്ഷേ ആ ചർച്ച നടന്നില്ല, ആ ചർച്ച നടത്താൻ കഴിഞ്ഞില്ല. ഇസ്ലാമാബാദിൽ വളരെ സുരക്ഷാ വലയങ്ങളൊക്കെ കൊണ്ട് അവിടെ എല്ലാം സജ്ജമാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ ഒരു സജ്ജത്തിനിടയിലാണ് അല്ലെങ്കിൽ ആ ഒരു സുരക്ഷയ്ക്കിടയിലാണ് ഇറാൻ അങ്ങോട്ടേക്ക് വരുന്നില്ല എന്നത് നേരത്തെ തന്നെ വ്യക്തമാക്കി. പക്ഷേ ഒരു പ്രതീക്ഷ അമേരിക്കയ്ക്ക് ഉണ്ടായിരുന്നു. കാരണം JD വാട്സ് അവിടുത്തെ വിമാനത്താവളത്തിനടുത്തായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ അദ്ദേഹം ഏത് നിമിഷം വരും, ഇപ്പം വരും എന്നൊക്കെ പറഞ്ഞിരുന്ന. പക്ഷേ ഇറാന്റെ ഭാഗത്തുനിന്ന് ഒരാൾ പോലും വരാത്തത് കൊണ്ട് ആ ചർച്ച വിഫലമായി പോവുകയാണ് ചെയ്തത്. എന്തായാലും ഇതൊക്കെ കഴിഞ്ഞാലും ഈ ചർച്ച എന്ന് പറയുന്ന സംഭവം പരാജയമായതുകൊണ്ട് ഇനി ട്രംപിന് മറ്റൊരു കാര്യം നോക്കിയേ പറ്റൂ. അതായത് വെല്ലുവിളിച്ച് അല്ലെങ്കിൽ സുരക്ഷാ ഭീഷണി മുഴക്കിയിരുന്നല്ലോ, അത് ഇനി നോക്കിയേ പറ്റൂ. പക്ഷേ ട്രംപ് അവിടെ പറഞ്ഞിരിക്കുന്നത് ഇത് പാക്കിന്റെ തലയിലിട്ട്, അതായത് പാക്കിന്റെ അഭ്യർത്ഥന മൂലമാണ് വെടിനിർത്തൽ കരാർ നീട്ടിയത്, പക്ഷെ ഞങ്ങൾ ഉപരോധം നടത്തും, ഞങ്ങൾ എല്ലാം കൊണ്ട് സജ്ജമാണ്. ഇത് നമുക്കറിയാം. ഈ ട്രംപ് പറയുന്ന കാര്യങ്ങളൊക്കെ മാറ്റി മാറ്റി പറയുന്നു. അതാണല്ലോ ഇറാനെ വലം വെക്കാൻ അല്ലെങ്കിൽ ഇറാനെ വിഴുങ്ങാൻ വേണ്ടിയിട്ട് നങ്കുരം ഇട്ട് കടന്ന എബ്രഹാം ലിങ്കൻ എന്ന് പറയുന്ന കപ്പൽ ഇപ്പൊ എവിടെയാണെന്നുള്ള ചോദ്യം നമുക്ക് ഇതിൽ നിന്ന് ആ ഒരു ആൻസറും കൂടി കിട്ടും. കാരണം ഈ ഇപ്പൊ ബോംബിടും എന്ന് പറയുന്ന ഈ ഭീഷണിപ്പെടുത്തുന്ന അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള വെല്ലുവിളികളൊക്കെ നടത്തുന്ന ട്രംപിന്റെ വാക്കിന് വലിയ വിലയൊന്നുമില്ല. കാരണം ട്രംപ് പലപ്പോഴും അത്തരം വാക്കുകൾക്ക് വില കൊടുക്കാറില്ല, മാറ്റി മാറ്റി പറയുന്ന ഒരാളാണ്, ഒരു മാനിപ്പുലേറ്റിംഗ് കിങ് ആണ്. എന്തായാലും
ഈ ഇറാന്റെ ഒരു കടുത്ത നിലപാട് ആയിരുന്നു. ആ നിലപാടിന് മുന്നിൽ അമേരിക്കയ്ക്ക് വഴങ്ങുകയല്ലാതെ വേറെ നിവൃത്തിയില്ലായിരുന്നു. അതുകൊണ്ടാണ് അമേരിക്ക ഇന്ന് ലോകത്തിന് മുന്നിൽ നാണം കെട്ടിരിക്കുന്നത്. പക്ഷെ ഇത് സ്വയമേ പാക്കിനെ അല്ലെങ്കിൽ പാകിസ്ഥാന്റെ അഭ്യർത്ഥന മൂലമാണ് ഞങ്ങൾ ഇത് ചെയ്തത് എങ്കിലും അമേരിക്കയ്ക്ക് ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ വലിയ രീതിയിലുള്ള ഒരു സമാധാനം ഈ പറയുന്നത് പോലെ തന്നെ ഗൾഫ് മേഖലകളിലുണ്ട്. പക്ഷേ അതൊരു താൽക്കാലികം മാത്രമാണ്. എന്നാലും അവർ കരുതിയിരുന്ന പോലെയുള്ള ഒരു വലിയ പ്രശ്നത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങില്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇറാനെ ബോംബിടും എന്ന് പറഞ്ഞ് അമേരിക്ക ഭീഷണിപ്പെടുത്തുമ്പോൾ ഗൾഫ് മേഖലകൾ പേടിക്കുന്നത് തിരിച്ച് ഇറാന്റെ ഭാഗത്തു നിന്ന് അമേരിക്കയുടെ എയർബേസുകളിലേക്കും അല്ലെങ്കിൽ അതുപോലുള്ള ആക്രമണങ്ങൾ ഇറാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് വലിയ രീതിയിലുള്ള തിരിച്ചടിക്ക് ഈ പറയുന്നത് പോലെ തന്നെ ഗൾഫ് മേഖല സാക്ഷ്യം വഹിക്കും. അതുകൊണ്ട് ഗൾഫ് മേഖലകൾക്ക് ഇതിൽ വലിയ ആശങ്കയായിരുന്നു. ലോകത്തിന് മൊത്തത്തിൽ ഒരു ആശങ്കയായിരുന്നു. പക്ഷേ വലിയൊരു മഹാമാരി പെയ്യുന്നത് പോലെ ഒരു യുദ്ധം സംഭവിക്കുമോ എന്നായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ വരെ എല്ലാവരും കരുതിയിരുന്നത്. മാത്രമല്ല മാധ്യമങ്ങളിലൊക്കെ വന്നിരുന്ന വാർത്ത അതായിരുന്നു. കാരണം ഏത് നിമിഷവും എന്ത് സംഭവിക്കാം. രണ്ട് രാജ്യങ്ങളും സജ്ജമാണ്. അതായത് ഇറാന്റെ രീതിയിൽ സജ്ജം, അതുപോലെ തന്നെ അമേരിക്ക വലിയ രീതിയിലുള്ള കുതന്ത്രങ്ങൾ വഴി എല്ലാം സജ്ജമാക്കിയിട്ടുണ്ട് എന്നുള്ള രീതിയിലേക്ക്. എന്തായാലും വലിയൊരു ആക്രമണം നടക്കും എന്നുള്ളൊരു രീതിയിലായിരുന്നു കാര്യങ്ങളുടെ പോക്ക് എന്ന് പറയുന്നത്. പക്ഷേ അതിനൊരു താൽക്കാലിക ആശ്വാസം വന്നിരിക്കുകയാണ്. അതായത് ട്രംപ് വെടിനിർത്തൽ കരാർ നീട്ടിവെച്ചിരിക്കുകയാണ്. അതിന്റെ കാലാവധി നീട്ടിയത് കൊണ്ട് തന്നെ വീണ്ടും ഒരു ആശ്വാസമാണ് ഗൾഫ് മേഖലയ്ക്ക് ഉണ്ടാകുന്നത്. എന്തായാലും ട്രംപിന്റെ അധികാര ഗർവിനും വെടിനിർത്തൽ റദ്ദാക്കലിനും മുന്നിൽ ഒരിക്കലും ഇറാൻ വഴങ്ങില്ല. അതാണ് ഇറാന്റെ നിലപാട്. അമേരിക്കൻ ഉപരോധങ്ങൾ ഇറാന്റെ വാതിലുകൾ അടയ്ക്കാൻ ശ്രമിക്കുമ്പോൾ ഇറാൻ പുതിയ രീതിയിലുള്ള വഴി തുറക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ഇവിടെ കാണാൻ സാധിച്ചത്. ഇപ്പോൾ ഇറാനെ ഈ ഒരു വെടിനിർത്തൽ കരാർ എന്ന് പറഞ്ഞിട്ടും ചർച്ച എന്ന് പറഞ്ഞിട്ടും ഇറാനെ ഉപരോധിക്കുന്ന രീതിയാണ് അമേരിക്ക സ്വീകരിച്ചത്. അതാണല്ലോ ആ കപ്പൽ പിടിച്ചെടുത്തത്. അതിനുള്ള ഒരു മറുപടി ആയിട്ടാണ് ഇറാൻ ഈ ഒരു ചർച്ചയ്ക്ക് വരാതിരുന്നത്. എന്തായാലും ഇറാനുമായിട്ടുള്ള വെടിനിർത്തൽ കാലാവധി നീട്ടിയത് കൊണ്ട് വലിയ ആശ്വാസം തന്നെയാണ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഗൾഫ് മേഖലയ്ക്കും ലോകത്തിനുമുള്ളത്. ഈ ചർച്ചകൾ കൂടുതൽ സമയം അനുവദിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് തീരുമാനമെടുക്കുന്നത് എന്നാണ് ട്രംപ് പറയുന്നത്. എന്തായാലും ഹോർമസ് കടലിടുക്കിലെ ഇറാനിയൻ തുറമുഖങ്ങൾ കേന്ദ്രീകരിച്ചുള്ള നാവിക ഉപരോധം ശക്തമായിട്ട് തുടരുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പക്ഷേ ഈ ഉപരോധം തുടർന്നെങ്കിലും അത് ഇറാനെ വലിയ രീതിയിൽ ബാധിക്കില്ല. കാരണം ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാന്റെ നിലനിൽപ്പിന് ഇറാൻ ഈ വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇറാൻ അവിടെ ഒരു നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് മാത്രമല്ല ഈ പറയുന്നത് പോലെ തന്നെ ഇറാന് തോൽപ്പിക്കാൻ അമേരിക്കയ്ക്ക് കഴിയില്ല എന്നതാണ്. എന്തായാലും വെടിനിർത്തൽ കാലാവധി നീട്ടുന്നതിനാൽ പാകിസ്ഥാൻ നിർണായക പങ്ക് വഹിച്ചെന്നൊക്കെയാണ് ട്രംപ് പറയുന്നതും അവിടുത്തെ അമേരിക്കൻ മാധ്യമങ്ങളിലൊക്കെ വാർത്തകൾ വരുന്നത്. എന്തായാലും പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ്, ഫീൽഡ് മാർഷൽ അസിം മുനീർ എന്നിവർ വെടിനിർത്തൽ നീട്ടാൻ നേരിട്ട് തങ്ങളെ അഭ്യർത്ഥിച്ചു എന്നുള്ള വാദങ്ങളൊക്കെയാണ് ട്രംപ് പറയുന്നത്. എന്തായാലും ഇറാന്റെ ആഭ്യന്തര രാഷ്ട്രീയ പ്രതിസന്ധികൾക്കിടയിൽ ഏകീകൃതമായിട്ടുള്ള ഒരു സമാധാന നിർദ്ദേശം മുന്നോട്ട് വയ്ക്കാൻ അവർക്ക് സമയം ആവശ്യമാണെന്ന നിലപാടാണ് പാക് അമേരിക്കയ്ക്ക് നൽകിയിരുന്നു എന്നതൊക്കെയാണ് പറയുന്നത്. എന്തായാലും അതവിടെ നിൽക്കട്ടെ. ഈ ഒരു സംഭവം നടക്കുന്നതിനിടയിൽ ഗസയിലേക്ക് ആക്രമണം നടത്തിയിരിക്കുകയാണ് ഇസ്രയേൽ. കാരണം അവിടെയും ഇതുപോലെ തന്നെ ഒരു വെടിനിർത്തൽ കരാർ കൊണ്ടുവന്നിരുന്നു. അവിടെ ആ ഒരു കരാർ ലംഘിച്ചുകൊണ്ടാണ് നീണ്ട നാളുകളായി അങ്ങോട്ടേക്ക് ആക്രമണം നടത്തിയിട്ട്. പക്ഷെ ഇപ്പോൾ ഇസ്രയേലിന്റെ ഭാഗത്തുനിന്ന് ഗസയിലേക്ക് ഒരു ആക്രമണം നടന്നിരിക്കുകയാണ്. ഫലസ്തീനിലെ വെസ്റ്റ് ബാങ്കിൽ 2 പേർ കൊല്ലപ്പെട്ടതായിട്ടുള്ള വാർത്തകളൊക്കെ വരുന്നു. ഒരു വശത്ത് അമേരിക്കയ്ക്ക് എങ്ങനെയെങ്കിലും ഈ ഒരു ആക്രമണം നിർത്തണം, യുദ്ധം തുടരാൻ താല്പര്യമില്ല. മറുവശത്താണെങ്കിൽ ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം അതൃപ്തി അറിയിക്കുന്നുണ്ടെങ്കിലും ഇസ്രയേൽ ചുമ്മാതെ, അതായത് വെറുതെ യാതൊരുവിധ കാരണങ്ങളും ഇല്ലാതെ ആക്രമണം തുടരുന്നൊരു കാര്യമാണ് കാണാൻ സാധിക്കുന്നത്. അതിൽ ഒന്നായിരുന്നു ലബനാൻ. ഇപ്പോൾ ഗസയിലേക്കും ആക്രമണം, യാതൊരു പ്രകോപനവും ഇല്ലാതെയാണ് ഗസയിലെ സാധാരണക്കാർക്കിടയിലേക്ക് ഇസ്രയേൽ ആക്രമണം നടത്തിയിരിക്കുന്നത്. അപ്പോൾ വീണ്ടും സംഘർഷങ്ങൾ രൂക്ഷമാകാനുള്ള സാധ്യത ഉണ്ട്. എങ്കിലും ഇപ്പോൾ നിലവിൽ ഒരു ആശ്വാസം കിട്ടിയിരിക്കുകയാണ്. ആ ഒരു ആശ്വാസം എന്ന് പറയുന്നത് അമേരിക്ക ആക്രമിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അമേരിക്ക ആക്രമിക്കുന്നത് കൊണ്ടല്ല ഏറ്റവും കൂടുതൽ ഈ പറയുന്നത് പോലെ ഈ ഗൾഫ് മേഖലയ്ക്ക് ഏറ്റവും കൂടുതൽ പേടി ഉണ്ടാക്കുന്നത് അമേരിക്കയുടെ ആക്രമണം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇറാൻ ആക്രമിക്കുമ്പോൾ അതൊരു വലിയ പ്രഹരമായിരിക്കും എന്നുള്ള ഒരു പേടി എപ്പോഴും ഗൾഫ് മേഖലകൾക്കുണ്ട്. അതുകൊണ്ടാണ് ഗൾഫ് മേഖലകൾ എപ്പോഴും ഇറാനെ പേടിക്കുന്നതും ഇറാന്റെ ആക്രമണങ്ങളെ ചെറുത്ത് നിൽക്കാൻ വേണ്ടിയും അല്ലെങ്കിൽ സമാധാനം കൊണ്ടുവരാൻ വേണ്ടിയിട്ടും ഒക്കെ അമേരിക്കയോട് അഭ്യർത്ഥിക്കുന്നത്. എന്തായാലും ഈ ഒരു വെടിനിർത്തൽ താൽക്കാലികമായിട്ട് നിർത്തിവെച്ചെങ്കിലും അതിനി എന്നാണ് തുടരുക എന്നത് യാതൊരു കാര്യവും അമേരിക്കൻ പ്രസിഡന്റ് ഒന്നും പറഞ്ഞിട്ടില്ല. വെടിനിർത്തൽ ധാരണ അവസാനിക്കാൻ
മണിക്കൂറുകൾ മാത്രം ഉള്ളപ്പോഴാണ് വീണ്ടും ആ ഒരു കാലാവധി നീട്ടിയിരിക്കുന്നത്. നിശ്ചയിച്ചിരുന്ന കാലാവധി അവസാനിച്ചു. ഇനി യാതൊരു തരത്തിലുള്ള രീതിയിലും മുന്നോട്ട് പോകാൻ കഴിയില്ല, ഇറാന് മുന്നിൽ പിടിച്ചു നിൽക്കാനാകില്ല എന്ന് അമേരിക്ക മനസ്സിലാക്കി. അതുകൊണ്ടാണ് വീണ്ടും ഈ ഒരു കാലാവധി നീട്ടിയിട്ട് അത് പാകിസ്ഥാന്റെ തലയിൽ കൊണ്ട് അമേരിക്ക ഇട്ടത്. എന്തായാലും ഈ പറയുന്നത് പോലെ തന്നെ ഈ കാലാവധി നീട്ടിയത് അമേരിക്കയുടെ പ്രഖ്യാപനത്തെ അവിശ്വസിച്ച്, അതായത് ഇതിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല എന്ന് പറഞ്ഞ് ഇറാൻ രംഗത്തെത്തുന്നുണ്ട്. വെടിനിർത്തൽ നീട്ടിയത് ഇറാനെതിരെ അപ്രതീക്ഷിത ആക്രമണം നടത്താനുള്ള അമേരിക്കൻ തന്ത്രത്തിന്റെ ഭാഗമാണെന്നാണ് ഇറാൻ പ്രതികരിക്കുന്നത്. ഹോർമുസ് കടലിടുക്കിലെ അമേരിക്കയുടെ നാവിക ഉപരോധത്തെ സൈനികമായിട്ട് നേരിടുമെന്നും ഇറാൻ അറിയിച്ചിട്ടുണ്ട്. കാരണം ഇറാൻ എപ്പോഴും ഒരു അലേർട്ടായിട്ടിരിക്കുകയാണ്. ട്രംപ് എന്ത് കാര്യം പറഞ്ഞാലും അതിന്റെ ഇപ്പുറത്തെ വശത്തുകൂടി ഒരു ആക്രമണം നടത്താനുള്ള സാധ്യതയുണ്ട് എന്ന് ഇറാൻ അറിയാം. അതുകൊണ്ടാണ് ഇറാൻ പലപ്പോഴും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്ന കാര്യങ്ങളിൽ അധികം അങ്ങോട്ടേക്ക് വിശ്വസിക്കാത്തത്. കാരണം വിശ്വസിച്ചു കഴിഞ്ഞാൽ മറുവശത്തുകൂടി നിന്ന് പിന്നിൽ നിന്നൊരു കുത്തുന്ന ഒരു സ്വഭാവം അമേരിക്കയ്ക്ക് ഉണ്ടെന്ന് ഇറാൻ അറിയാം. അതുകൊണ്ട് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന ഹോർമുസ് കടലിടുക്കിൽ ഉപരോധത്തിൽ സൈനികമായിട്ട് നേരിടുമെന്നുള്ള ഒരു മുന്നറിയിപ്പും കൂടിയാണ് നൽകുന്നത്. എന്തായാലും നാവിക ഉപരോധ യുദ്ധമാണെന്നും വെടിനിർത്തൽ ലംഘനമാണെന്നാണ് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി പ്രതികരിച്ചിരിക്കുന്നത്. എന്തായാലും ലക്ഷ്യം വെക്കുന്നത് സംഘർഷം വർദ്ധിപ്പിക്കുമെന്നും അരാഗ്ചി വ്യക്തമാക്കിയിട്ടുണ്ട്. യുദ്ധം അവസാനിപ്പിക്കാൻ ഇറാന്റെ നേതാക്കളും പ്രതിനിധികളും ഏകീകൃത നിർദ്ദേശം മുന്നോട്ട് വെക്കുന്നത് വരെയാണ് വെടിനിർത്തൽ നീട്ടിയത് എന്നാണ് അമേരിക്ക അറിയിക്കുന്നത്. എന്തായാലും നാവിക ഉപരോധം തുടരുമെന്നും ഏത് സാഹചര്യത്തെയും നേരിടാൻ സജ്ജരായിട്ട് നിൽക്കുമെന്നും സൈന്യത്തിന് നിർദ്ദേശം നൽകിയതായും ട്രംപ് മറുവശത്ത് അറിയിക്കുന്നുണ്ട്. എന്തായാലും ഇനി ഹോർമുസ് വളരെ നിർണായകമാണ്. കാരണം ഹോർമുസിൽ ഇറാൻ സജ്ജമാണ്, അതുപോലെ തന്നെ അമേരിക്കയും സജ്ജമാണെന്നാണ് അവകാശപ്പെടുന്നത്. പക്ഷെ അവിടെ ഒരു യുദ്ധം ഇനി അടുത്തതായി പൊട്ടിപ്പുറപ്പെടുമോ എന്നതാണ് നോക്കിക്കാണേണ്ടത്.